സ്വാഗതം ഫ്യൂച്ചർ ടോക്കിലേക്ക്. കഴിഞ്ഞ 3 വർഷമായി വിവിധ രാജ്യങ്ങളിലായി മീഡിയ വൺ സംഘടിപ്പിക്കുന്ന പരിപാടിയാണ് ഫ്യൂച്ചർ സമ്മിറ്റ്. ഇത്തവണ അത് സൗദി അറേബ്യയിലാണ്. വരുന്ന 22, 23 അതായത് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായിട്ടാണ് ഫ്യൂച്ചർ സമ്മിറ്റ് നടക്കാൻ പോകുന്നത്. നമ്മൾ നോക്കിക്കാണേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് GCC രാജ്യങ്ങൾക്കിടയിൽ വലിയ രീതിയിൽ ബിസിനസ് വളർച്ച പ്രകടമാകുന്ന രാജ്യമാണ് സൗദി അറേബ്യ. അത് ടൂറിസത്തിലായാലും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിലായാലും AI സാങ്കേതിക വിദ്യയിലായാലും എന്റർടൈൻമെന്റിലായാലും എന്തിന് സ്പോർട്സിലായാലും സൗദി അറേബ്യ കുതിക്കുകയാണ്. അപ്പോൾ ലക്ഷക്കണക്കിന് വരുന്ന പ്രവാസി കച്ചവടക്കാരുടെ ഭാവി തന്നെ പുനർനിർണ്ണയിക്കാൻ പോവുകയാണ് സൗദി അറേബ്യ. അതുകൊണ്ട് തന്നെയാണ് സൗദി അറേബ്യ ഫ്യൂച്ചർ സമ്മിറ്റിനുള്ള വേദിയായതും. അപ്പോൾ ഫ്യൂച്ചർ സമ്മിറ്റിനെ മുൻനിർത്തിക്കൊണ്ട് സൗദി അറേബ്യയെക്കുറിച്ച് സംസാരിക്കാൻ പോവുകയാണ് അല്പനേരം. ഫ്യൂച്ചർ ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിഷാദ്, നമുക്ക് ആദ്യം ഫ്യൂച്ചർ സമ്മിറ്റിനെ കുറിച്ച് തന്നെ സംസാരിക്കാം. എന്താണ് ഈ ഒരു പരിപാടിയിലൂടെ നമ്മൾ ലക്ഷ്യമിടാൻ പോകുന്നത്? ദിവ്യ, ഈ ഫ്യൂച്ചർ സമ്മിറ്റ് എന്നത് നേരത്തെ ദിവ്യ പറഞ്ഞതുപോലെ 3 വർഷമായിട്ട് നമ്മൾ വിവിധ സ്ഥലങ്ങളിലായിട്ട് സംഘടിപ്പിക്കുന്ന പരിപാടിയാണ്. ഇപ്പോൾ ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു മാധ്യമ സ്ഥാപനം നിലയ്ക്ക് വിവിധ ജീവിത മേഖലകളെ സ്പർശിക്കുക, അല്ലെങ്കിൽ ജീവിത മേഖലകളുടെ ഗ്രോത്തിന് വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു മാധ്യമ സ്ഥാപനം നിലയ്ക്കുള്ള കോൺട്രിബ്യൂഷൻസ് ഉറപ്പാക്കുക പോലുള്ള വലിയ ആലോചനയുടെ ഭാഗമായിട്ടാണ് ഫ്യൂച്ചർ സമ്മിറ്റ്. അതിനു മുമ്പ് ബിസിനസ് സമ്മിറ്റ് വിവിധ രാജ്യങ്ങളിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഫ്യൂച്ചർ സമ്മിറ്റ് എന്നൊരു ഫോമിൽ ഒരു സ്വഭാവത്തിൽ അത് സംഘടിപ്പിക്കുന്നത് കഴിഞ്ഞ 3 വർഷമായിട്ടാണ് കേരളത്തിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ അത് സംഘടിപ്പിക്കുന്നത് നേരത്തെ ദിവ്യ പറഞ്ഞതുപോലെ വളരെ പ്രാധാന്യമുള്ള സ്ഥലമായിട്ടുള്ള സൗദി അറേബ്യയിലാണ്. ആദ്യത്തേത് ദമാമിലും രണ്ടാമത് റിയാദിലുമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് വെച്ചാൽ കേരളത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ സാമ്പത്തികമായ വളർച്ചയുടെ ഒരു പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ വിദേശത്ത് നിന്ന് വരുന്ന വിദേശ നാണയമാണ്. അതിൽ നമ്മുടെ പ്രവാസികൾ വഹിക്കുന്ന പങ്ക് എന്താണെന്ന് അറിയാം. അപ്പോൾ ലോകവും മാറുന്നതിൻ്റെ കൂടെ അതിൻ്റെ ബിസിനസ് സാധ്യതകളും ഓപ്പർച്യൂണിറ്റീസും അതിൻ്റെ സ്വഭാവം എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം നമ്മുടെ വളർച്ചയ്ക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആളുകളെ നമുക്ക് ഏതൊക്കെ നിലയ്ക്ക് ഒരു സ്ഥാപനം, ഒരു മാധ്യമ സ്ഥാപനം നിലയ്ക്ക് അവരെ സഹായിക്കാൻ കഴിയും, അവർക്ക് എന്തൊക്കെ തരത്തിലുള്ള ദിശാസൂചകമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിയും, അത്തരമൊരു ആലോചനയുടെ ഫലമാണ് ഈ പരിപാടി. അപ്പോൾ ഇപ്പോൾ സൗദിയിൽ നടത്തുന്നത് പോലും നേരത്തെ പറഞ്ഞതുപോലെ ബിസിനസ് രംഗത്ത് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ആളുകൾ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ബിസിനസ്സിനെ നമുക്ക് എങ്ങനെ പുതിയ വഴികളിലൂടെ കൊണ്ടുപോകാൻ കഴിയുമെന്ന് മാർഗ്ഗനിർദ്ദേശം നൽകാൻ കഴിയുന്ന പ്രൊഫഷണൽസ് ആ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ സൗദി അറേബ്യ നേരത്തെ പറഞ്ഞതുപോലെ പണ്ടത്രയും ഓപ്പൺ ആയിരുന്ന ഒരു രാജ്യമായിരുന്നില്ല. ഇപ്പോൾ പക്ഷേ എല്ലാ സെക്ടേഴ്സിനും ഒരു വലിയ തോതിൽ ഓപ്പൺ ആയി കഴിഞ്ഞിരിക്കുന്നു. വലിയ കച്ചവടത്തിൻ്റെ തുറസ്സുകൾ ഇടുകയാണ്. അതോടൊപ്പം തന്നെ അവിടെ ആ ഒരു രാജ്യം എന്ന നിലയ്ക്കുള്ള പലതരം സവിശേഷതകൾ അതിനുണ്ട്. എല്ലാം സമ്പൂർണ്ണമായും തുറന്നിരിക്കുന്നു. എല്ലാം എന്ന മട്ടിലല്ല, വളരെ സങ്കീർണതകളും അതിനകത്തുണ്ട്. അതാണ് ഇപ്പോൾ അതിൽ പറയേണ്ടത്. കഴിഞ്ഞൊരു 10 വർഷം നമുക്ക് എടുത്തു വെച്ച് നോക്കാം. അവിടെ അത്രയധികം ഒരു ബിസിനസ് തുടങ്ങുക, അല്ലെങ്കിൽ ഒരു വൈവിധ്യം നിറഞ്ഞ ബിസിനസ് തുറക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമായിരുന്നില്ല. അതിന് ഈ നിയമപരമായ സങ്കീർണതകളൊക്കെ കാരണമുണ്ടായിരുന്നു. അതിലൊക്കെ വലിയ രീതിയിൽ മാറ്റം വന്നു തുടങ്ങിയെന്നാണ്. യെസ്, ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ GCCയിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്ന, അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ സംഭവിക്കുന്ന രാജ്യം എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ട് സൗദി അറേബ്യയാണ്. നമ്മൾ പറയുമല്ലോ സാധാരണ ഇപ്പോൾ ഗൾഫ് എന്നൊക്കെ പറഞ്ഞാൽ, ഗൾഫിൻ്റെ ഒരു പളപളപ്പ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ദുബൈയാണ്. ദുബൈയിൽ പോയിട്ട് ജീവിതം ആഘോഷിക്കുന്ന, അല്ലെങ്കിൽ ഗൾഫ് പ്രവാസ ജീവിതത്തിൻ്റെ ഒരു കളർ എന്നൊക്കെ പറഞ്ഞ ആളുകളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത് ദുബൈ ആയിരുന്നു. കാരണം ദുബൈ അത്ര ഓപ്പൺ ആയിരുന്നു. ഓപ്പണാണ്, ഇപ്പോഴുമാണ്. അതും അവരുടെ വളർച്ചയുടെ വേഗതയിലേക്ക് അവർ പോയിക്കൊണ്ടിരിക്കുന്നു. സൗദി അറേബ്യ പക്ഷേ കുറച്ചുകൂടെ ഭയങ്കര സാമ്പത്തിക ശക്തിയായിട്ടുള്ള രാജ്യമാണ്. ലോകത്ത് തന്നെ എണ്ണ കോൺട്രിബ്യൂട്ടേഴ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യമായിരിക്കുമ്പോൾ തന്നെയും അവർ ഭയങ്കരമായ നിയന്ത്രണങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. പല കാരണങ്ങൾക്കുള്ള നിയന്ത്രണം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പുതിയ കിരീടാവകാശി വരുന്നു മുഹമ്മദ് ബിൻ സൽമാൻ്റെ വരവിന് ശേഷം അദ്ദേഹം സൗദി അറേബ്യയുടെ സാധ്യതകളെ പരമാവധി കണ്ടെത്തുകയും എല്ലാ മേഖലകളും തുറക്കാവുന്നതിന് പരമാവധി തുറക്കുകയാണ്. വിദേശത്തു നിന്നുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് വരുന്നതിന് പരമാവധി വെൽക്കമിംഗ് ആയിട്ടുള്ള പുതിയ നയങ്ങൾ സ്വീകരിക്കുന്നു. കച്ചവട സ്ഥാപനങ്ങൾ വരുന്നതിൽ, ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നതിൽ, അല്ലെങ്കിൽ പുതിയ സ്ഥാപനങ്ങളുടെ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നതിൽ ഒക്കെയും ഭയങ്കരമായിട്ടുള്ള പുതിയ നയം അവതരിപ്പിക്കുന്നു. അതിനാവശ്യമായിട്ടുള്ള പുതിയ നിയമപരമായ തുറസ്സുകൾ അവർ ഓപ്പൺ ചെയ്യുന്നു. ഇപ്പോൾ എൻ്റർടൈൻമെൻറ്റ്, കഴിഞ്ഞ വർഷം നമ്മളവിടെ സംഘടിപ്പിച്ച പരിപാടി ഹല ജിദ്ദ എന്ന് പറയുന്ന ഒരു എൻ്റർടൈൻമെൻറ്റ് ഷോ, 2 ദിവസത്തെ ഒരു കാർണിവലായിരുന്നു അത്. അപ്പോൾ സാധാരണ ഒരു 10 വർഷം മുമ്പ് സൗദി അറേബ്യയിൽ നമുക്ക് ആലോചിക്കാൻ കഴിയില്ല അങ്ങനെ ഒരു പരിപാടി. ഈ പരിപാടിയിൽ 50,000-ഓളം ആളുകൾ 2 ദിവസമായിട്ട് വന്ന് പങ്കെടുത്തു. അതിൻ്റെ 2 ദിവസത്തെ എൻ്റർടൈൻമെൻറ്റ് ഷോയിൽ അറ്റ് എ ടൈം 20,000-ഓളം ആളുകൾ പങ്കെടുത്തു. സൗദിയിൽ നിന്നുള്ള പൗരന്മാർ പോലും അത് കാണാൻ വേണ്ടി വന്നു. അത്രയും ആവേശഭരിതമായൊരു പരിപാടി. കേരളത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ആർട്ടിസ്റ്റുകളൊക്കെ വന്ന് പരിപാടി അവതരിപ്പിച്ചു. അപ്പോൾ 10 വർഷം മുമ്പ് അങ്ങനെ ഒരു സംഗീത നിശ സൗദിയിൽ ആലോചിക്കാൻ കഴിയില്ല. അപ്പോൾ അത്തരം മ്യൂസിക് ഇവൻറ്റുകൾ സൗദി ഗവൺമെൻറ് തന്നെ ഇനീഷ്യേറ്റ് ചെയ്യുന്ന പലതരത്തിലുള്ള റിയാസ് സീസൺ പോലുള്ള പരിപാടികളുണ്ട്.
നമുക്കായാലും ഒരു മാധ്യമ സ്ഥാപനം നിലയ്ക്ക് നമുക്കൊരു ഷോ നടത്തുന്നതിന് നേരത്തെ ഉണ്ടായിരുന്ന എല്ലാ പരിമിതികളും പോവുകയും അതിനെ എൻകറേജ് ചെയ്യാണ് അവിടുത്തെ ഭരണകൂടം. എൻ്റർടൈൻമെൻറ്റ് കാര്യത്തിൽ സ്പോർട്സ് നമുക്ക് ഇനിയും സമീപകാലത്ത് 2034 വേൾഡ് കപ്പ് അവിടെ വരാൻ പോകുന്നു. അപ്പോൾ സ്പോർട്സിൻ്റെ കാര്യത്തിൽ അവർ ഭയങ്കരമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയും അതിന് വലിയ തോതിലുള്ള ഗവൺമെൻറ് അതിനായിട്ട് ഒരു നയപരമായി തന്നെ ചേഞ്ച് ഭയങ്കരമായി എടുത്തിരിക്കുന്നു. ഇപ്പോൾ എൻ്റർടൈൻമെൻറ്റ് കാര്യത്തിൽ എടുത്താൽ, സ്പോർട്സിൻ്റെ കാര്യത്തിൽ എടുത്താൽ, ഇപ്പോൾ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യം പറഞ്ഞു, ഇപ്പോൾ നിയോം സിറ്റി പോലുള്ള പടുകൂറ്റൻ പ്രോജക്റ്റുകൾ അവിടെ വരാൻ പോവുകയാണ്. ഇപ്പോൾ നേരത്തെ GCCയിലുള്ള ഏത് കമ്പനികൾക്കും അവിടെ പോയി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയും അല്ലെങ്കിൽ കരാറുകൾ എടുക്കുകയൊക്കെ ചെയ്യാമായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. നിങ്ങൾ ഇവിടുത്തെ വലിയ കരാറുകൾ കിട്ടണമെങ്കിൽ ഇവിടെ വന്നിട്ട് ഇവിടെ നിങ്ങളുടെ ഓഫീസിന് ഹെഡ്ക്വാർട്ടേഴ്സ്, GCCയിലെ ഹെഡ്ക്വാർട്ടേഴ്സ് ഇവിടെ ആയിരിക്കണം. എങ്കിലാണ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കരാർ കിട്ടുക. വലിയ തോതിലുള്ള കരാറുകളുടെ സാധ്യതയുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടേക്ക് ഒരുപാട് കമ്പനികൾ വരുന്നു. അപ്പോൾ സാധ്യതകളുടെ ഒരു വലിയ ലോകമായിട്ട് അത് മാറാൻ പോവുകയാണ്. അപ്പോൾ മാറുമ്പോൾ തന്നെയും ആ സാധ്യതകളെ എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന കാര്യത്തിൽ നമ്മളുടെ മലയാളികളായ പ്രത്യേകിച്ചും ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ട്. വലിയ ബിസിനസ് മുതൽ ചെറിയ ബിസിനസ് റൺ ചെയ്യുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ അവിടെ ഉണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ച് സൗദി മാറുമ്പോൾ സൗദിക്കൊരു വിഷനുണ്ട്. ആ വിഷൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ നിയമപരമായിട്ടുള്ള നിയന്ത്രണങ്ങളുണ്ട്. ഭരണകൂടത്തിൻ്റെ എപ്പോഴത്തെയും കർശന നിയന്ത്രണവും കണ്ണും ഉണ്ടാവും സകല വികാസത്തിലും. സോ അതിനകത്ത് എന്തുമാത്രം നമുക്ക് ബുദ്ധിപരമായി, എന്തുമാത്രം തന്ത്രപരമായി, എന്തുമാത്രം സാധ്യതകളെ മുൻനിർത്തിക്കൊണ്ടുള്ള ബിസിനസ് ആലോചനകൾ നടത്താം, നമുക്കെങ്ങനെ ഷിഫ്റ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള ഒരു ദിശാസൂചികയായിട്ട് ഈ സമ്മിറ്റ് മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ഒരു ഡിസൈൻ നമ്മൾ അങ്ങനെയാണ് കണക്കാക്കുന്നത്. യെസ്. അജംസി മാറ്റം, സൗദി അറേബ്യയിലെ ഈ സങ്കീർണതകളിൽ ഉണ്ടാകുന്ന ഒരു അയവ്, അതൊക്കെ എത്രത്തോളം ഗുണം ചെയ്യും, പ്രത്യേകിച്ച് പ്രവാസി മലയാളികളെ സംബന്ധിച്ച്? ഇത് ഗുണം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് അറിയാം, ഓയിലിൽ നിന്നുള്ള വരുമാനമായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട റവന്യൂ. അപ്പോൾ ഓയിൽ രംഗത്ത് വലിയ തോതിലുള്ള കോമ്പറ്റീഷൻ തന്നെ ഉണ്ടാകുന്നു. ഇപ്പോൾ ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ എണ്ണ ഉൽപ്പാദക രാജ്യം അമേരിക്കയാണ്. അമേരിക്ക ഏറ്റവും കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നു. അവരെ എണ്ണ എക്സ്പോർട്ട് ചെയ്യുന്നു. ഓയിൽ സർപ്ലസ് ആണ് അവർക്ക്. അവർ എണ്ണ എക്സ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ള ഈ ഒപ്പക് കൺട്രീസിനെയാണ്. അപ്പോൾ ഓയിൽ വിലയിലെ ചാഞ്ചാട്ടം, പിന്നെ ജിയോ പൊളിറ്റിക്സിലെ പ്രശ്നങ്ങൾ, ഇതുകൊണ്ട് ഓയിലിനെ മാത്രം ആശ്രയിച്ച് അവർക്ക് ആ എക്കണോമി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് അവരതിനെ ഡൈവേഴ്സിഫൈ ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോൾ നിഷാദ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സൗദി അറേബ്യയുടെ സാധ്യതകൾ ആദ്യം പഠിച്ച് ഏതൊക്കെ മേഖലകളിലേക്ക് ഡൈവേഴ്സിഫൈ ചെയ്യാം എന്നവർ പഠിച്ചു കഴിഞ്ഞപ്പോൾ അവരേറ്റവും പ്രധാനമായി ഒന്നാം സ്ഥാനം കൊടുത്തത് സ്പോർട്സിനാണ്. നമ്മളതിൻ്റെ സൂചനകൾ കണ്ടു. അവിടെ ആരാണോ വന്ന് കളിക്കുന്നതെന്ന് ഓർക്കുക. അപ്പോൾ പുതിയ ക്ലബ്ബുകൾ വരുന്നു, അന്താരാഷ്ട്ര താരങ്ങൾ അവിടേക്ക് വരുന്നു. ഇപ്പോൾ ഇനി അടുത്ത വേൾഡ് കപ്പ് 2034 അല്ലേ, 2034 വേൾഡ് കപ്പ് അവിടെ വരുന്നു. അതിന് മുമ്പ് ഏഷ്യ വിൻ്റർ ഗെയിംസ് അവിടെ നടക്കുന്നു, ക്രിക്കറ്റ് കളികൾ നടക്കുന്നു. അങ്ങനെ ഒരുപാട് ഗെയിംസ് അങ്ങോട്ട് വരുവാണ്. അപ്പോൾ അവർ പ്രധാനമായും സ്പോർട്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ സ്പോർട്സിൽ ഇൻവെസ്റ്റ് ചെയ്ത മറ്റൊരു രാജ്യമായിരുന്നു ഖത്തർ. നമുക്കറിയാം, ഖത്തർ വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്തിരുന്നു. സമാനമായിട്ട് ഇവർ വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്യുന്നു, കൂടുതൽ സ്റ്റേഡിയങ്ങൾ പണിയുന്നു. അങ്ങനെ സ്പോർട്സ് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സെക്ടറായിട്ട് അവിടെ മാറുകയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും എങ്ങനെയാണ് സ്പോർട്സിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ഇപ്പോൾ മറ്റുള്ള രാജ്യക്കാർക്ക് അല്ലെങ്കിൽ മലയാളികൾക്ക്, ഇന്ത്യക്കാർക്ക് എന്തൊക്കെയാണ് സാധ്യതകൾ. അപ്പോൾ അതിലൊരു രസകരമായൊരു കാര്യം, വരാൻ പോകുന്ന സ്റ്റേഡിയങ്ങളിലേക്കുള്ള ഇരിപ്പിടങ്ങൾ ഉണ്ടാക്കാനുള്ള കമ്പനികളോട് തുടങ്ങി കഴിഞ്ഞു. മലയാളികൾ തുടങ്ങി കഴിഞ്ഞു. അപ്പോൾ ആ സാധ്യത നമ്മൾ മനസ്സിലാക്കണം. അതായത് നേരത്തെ തന്നെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അവരിപ്പോഴേ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ഇടയ്ക്ക് നമ്മുടെ മീഡിയ വണ്ടി തന്നെ പരസ്യം കാണുന്ന ഒരു ഹോട്ട് പാക്ക് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ടല്ലോ, അതിനവിടെ ഫാക്ടറി ഉണ്ട്. ഹോട്ട് പാക്ക് എന്ന് പറഞ്ഞാൽ പാക്കേജിങ് സാധനങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ പാക്കേജിങ് സാധനങ്ങൾ ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ്? അത്രയും പ്രൊഡക്ഷൻ വേറെ തന്നെ അവിടെ തന്നെ പ്രൊഡക്ഷൻ ഉണ്ടാകുന്നു. മുമ്പൊക്കെ GCC രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ സാധനങ്ങളും ഇമ്പോർട്ട് ചെയ്യുന്ന, എണ്ണ മാത്രം കയറ്റുമതി ചെയ്യുകയും ബാക്കി എല്ലാം ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളായിരുന്നു. അപ്പോൾ ഹോട്ട് പാക്ക് എന്ന് പറയുന്ന ബ്രാൻഡ് അവിടെ ഫാക്ടറി ഇടണമെങ്കിൽ എന്താണ് അതിനർത്ഥം? അവിടെ തന്നെ അത് പാക്ക് ചെയ്യാനുള്ള ഉൽപ്പന്നങ്ങൾ അവിടെ തന്നെ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. ആ രീതിയിൽ വലിയ തോതിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട രംഗം ഈ പറയുന്ന ഹോസ്പിറ്റാലിറ്റി, അതുപോലെ എൻ്റർടൈൻമെൻറ്റ്. ഇപ്പോൾ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ സംഗീത നിശ്ചയം മാത്രമല്ല, എൻ്റർടൈൻമെൻറ്റ് കണ്ടൻറ്റ് അവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കപ്പെടും. ഇനി അത് ഗെയിംസ് ആകാം, എൻ്റർടൈൻമെൻറ്റ് കണ്ടൻസ് ആവാം, അത് അവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുകയും അവിടെ തന്നെ അതിന് കൺസ്യൂമേഴ്സ് ഉണ്ടാവുകയും ചെയ്യും. കാരണം സൗദി മറ്റ് GCC പോലെയല്ല, സൗദി ഒരു വലിയ രാജ്യമാണ്. ഏതാണ്ട് 3 കോടി 3.25 കോടി ജനങ്ങളുള്ളൊരു രാജ്യമാണ്. ടൂറിസത്തിന് ഭയങ്കര സാധ്യതയുള്ള സ്ഥലമാണ്. യെസ്. നമ്മൾ ഗൾഫ് എന്ന് പറയുമ്പോൾ മരുഭൂമിയാണെന്ന് തോന്നുമല്ലോ, പക്ഷേ സൗദി അറേബ്യയിൽ ഹിൽ സ്റ്റേഷനുകളുണ്ട്. അതായത് വർഷത്തിലെ എല്ലാ മാസങ്ങളിലും നല്ല തണുപ്പുള്ള, നമ്മുടെ മൂന്നാറൊക്കെ പോലുള്ള സ്ഥലങ്ങൾ അവിടെ ഉണ്ട്. അങ്ങനെ റീജിയൻസും ഉണ്ട്, പച്ചപ്പുള്ള സ്ഥലങ്ങൾ. അപ്പോൾ മരുഭൂമി മാത്രമല്ല, അത് കാരണം വളരെ ഡൈവേഴ്സിഫൈ ആയിട്ടുള്ള ജിയോഗ്രഫിയുള്ള ഒരു രാജ്യം കൂടിയാണ്. പിന്നെ അവരിപ്പോഴും ഇസ്ലാമിക് ഹിസ്റ്ററി അവരുടെ ഒരു പ്രധാനപ്പെട്ട സ്ട്രെങ്ത് അതാണ്. കാരണം വെച്ചാൽ ഈ ഇസ്ലാമിക് ഹിസ്റ്ററിയിലെ വളരെ പ്രധാനപ്പെട്ട ലൊക്കേഷൻസൊക്കെ സൗദി അറേബ്യയിലുണ്ട്. അതിന് വലിയ ടൂറിസം പ്രാധാന്യമുണ്ട്. ഇപ്പോൾ ആളുകൾ ഇസ്രായേലിലേക്ക് ടൂർ പോകുമല്ലോ, പുണ്യഭൂമിയിൽ നിന്നുണ്ട്. അങ്ങനെ പുണ്യഭൂമി ബൈബിളിലും ഖുറാനിലും രേഖപ്പെടുത്തപ്പെട്ട പല സ്ഥലങ്ങളും സൗദി അറേബ്യയിലും സൗദിയുടെ ബോർഡറുകളിലൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ടൂറിസം ഒരു വലിയ സെക്ടറായിട്ട് അവർ വികസിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്.
അപ്പോൾ ഇത്രയും സാധ്യതകൾ, ഈ സൂചനകൾ പുറത്തു വന്നിട്ട് കുറച്ച് വർഷങ്ങളായി. ഇപ്പോൾ MBS അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഈ റിഫോംസ് കൊണ്ടുവരണമെങ്കിലും, പക്ഷേ ഈ സൂചനകൾ നേരത്തെ തന്നെ കണ്ടുകൊണ്ട് ഒരുപാട് മലയാളികൾ അവിടെ പല മേഖലകളിൽ ഇൻവെസ്റ്റ്മെൻറ്റും ഉണ്ട്. നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പോയിട്ടുണ്ട്, അവിടെ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. പക്ഷേ മലയാളികൾ നേരിടുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് സൗദി അറേബ്യ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു പഴയ എക്കണോമിക് സ്ട്രക്ചർ ഉണ്ടായിരുന്ന ഒരു GCC രാജ്യമാണ്. പഴയ എക്കണോമിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരു തുറന്ന സമ്പദ് വ്യവസ്ഥയല്ല. പഴഞ്ചൻ ചിന്താഗതികൾ എന്നൊക്കെ പഴഞ്ചൻ ചിന്താഗതിയല്ല, അവർക്ക് ഓയിലായിരുന്നു അവരുടെ വരുമാനം. അപ്പോൾ ഓയിൽ എക്സ്പോർട്ട് ചെയ്ത് ജീവിക്കാൻ ആവശ്യമായ ഒരു എക്കണോമി അവർ ഉണ്ടാക്കിയിട്ടുള്ളൂ. ബാക്കി അവർ ഡൈവേഴ്സിഫൈ ചെയ്യാത്തതുകൊണ്ട് അതിൽ നിയമങ്ങൾ, ചട്ടങ്ങൾ ഇതെല്ലാം വേറൊരു തരത്തിലുള്ള വേറൊരു റെജീമാണ്. അപ്പോൾ ആ റെജീം മുഴുവൻ ചേഞ്ച് ചെയ്യുകയാണ്. ആ റെജീം ചേഞ്ച് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ പലതും ലിബറലൈസ് ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ വ്യത്യസ്ത മേഖലകളിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വരാൻ ആവശ്യമായ രീതിയിൽ നിയമങ്ങളിൽ ഇളവ് വരുത്തുന്നു, ചട്ടങ്ങൾ ഭേദഗതി ചെയ്യുന്നു. അപ്പോൾ ഈ മാറ്റങ്ങൾ നിലവിൽ അവിടെയുള്ള ബിസിനസ്സുകാരായ മലയാളികൾക്ക് അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് ആ മാറ്റങ്ങൾ അതിനൊപ്പം അപ്ഡേറ്റ് ചെയ്യാനും അത് അഡാപ്റ്റ് ചെയ്യാനും പറ്റുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ അവിടെ ഒരു പ്രശ്നമുണ്ട്. കാരണം ഒന്ന് വളരെ വർഷങ്ങൾക്ക് മുമ്പേ അവിടെ ബിസിനസ് ചെയ്ത് വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഈ മാറ്റങ്ങൾ ആർക്ക് പരിചിതമാണ്? സൗദിക്ക് പുറത്തുള്ള ഇൻവെസ്റ്റേഴ്സിന് പരിചിതമാണ്. കാരണം മറ്റ് രാജ്യങ്ങളിൽ ഈ രീതിയിൽ ഇപ്പോൾ ടാക്സ് റെജീം ആവട്ടെ, മറ്റ് ചട്ടങ്ങളിലെ ഇതാവട്ടെ, അത് മറ്റ് രാജ്യങ്ങളിൽ പരിചിതമാണ്. പക്ഷെ അവിടെ ജോലി ചെയ്യുന്ന മലയാളികൾ, അവിടെ ബിസിനസ് ചെയ്യുന്ന മലയാളികൾക്ക് ഇത് അഡാപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇവിടുന്ന് ചെല്ലുന്നവരും പിന്നെ നിലവിൽ തന്നെ ഈ മാറ്റങ്ങൾ വളരെ സ്ലോയിലാണ് വരുന്നത്. ഇപ്പോൾ നമുക്കറിയാം, നിത്താക്കാത്ത് എന്നൊക്കെ പറയുന്ന രീതിയിൽ സ്വദേശിവൽക്കരണം അവിടെ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഈ സ്വദേശിവൽക്കരണം വളരെ കർക്കശമായിട്ട് നടപ്പായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. കാരണം അവിടുത്തെ ജനസംഖ്യയിൽ ഏതാണ്ട് 40% വിദേശത്തു നിന്നുള്ളവരുള്ളൂ, ബാക്കി മുഴുവൻ അവിടുത്തെ ആളുകളാണ്. അപ്പോൾ ഈ എണ്ണ വരുമാനം ആശ്രയിച്ച് ജീവിച്ചുകൊണ്ടാണ് എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ, അവിടുത്തെ സ്വദേശികൾക്കുള്ള അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് കുതിച്ചുയർന്നു. അപ്പോഴാണ് അവർ നിത്താക്കാത്ത് നടപ്പാക്കിയത്. അപ്പോൾ ഈ നിത്താക്കാത്ത് നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി പ്രൈവറ്റ് ഫേമുകളിൽ ഈ സ്വദേശികളെ, സൗദി അറേബ്യൻ പൗരന്മാരെ ജോലിക്ക് നിർത്തുക എന്നുള്ളത് ഈ ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് ലാഭകരമാണ്. കാരണം അവർക്കുള്ള ഇൻസെൻറ്റീവ് കുറയും, അല്ല അവരുടെ ലെവി കുറയും, ഒരു ലെവി അടയ്ക്കണം. ഇപ്പോൾ നമ്മൾ പുറത്തു നിന്നുള്ള ഒരു വിദേശ പൗരനെ ജോലിക്ക് നിർത്തി കഴിഞ്ഞാൽ ലെവി കൂടുതലായിരിക്കും. അപ്പോൾ ഇത്തരം സങ്കീർണമായ ഒരുപാട് കാര്യങ്ങൾ സൗദി അറേബ്യയിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ സൗദി സാധ്യതകൾ തുറക്കുന്നതോടൊപ്പം തന്നെ ഇന്നൊരു പക്ഷേ ഏറ്റവും കൂടുതൽ സാധ്യതകൾ, ഇൻവെസ്റ്റേഴ്സിന് സാധ്യതകളുള്ള രാജ്യങ്ങളിലൊന്നാണ് സൗദി അറേബ്യ. അതോടൊപ്പം തന്നെ സൗദിയിൽ നിലനിൽക്കുന്ന ചട്ടങ്ങൾ, നിയമങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുകയും അതിൽ വരുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ നിലനിൽക്കുന്നത് മനസ്സിലാക്കി മാത്രം പോരാ. കാരണം ഇപ്പം നിലനിൽക്കുന്ന നിയമങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോയാൽ നമുക്ക് അബദ്ധങ്ങൾ പറ്റും. കാരണം അത് മാറാൻ പോവുകയാണ്, മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നിലനിൽക്കുന്നത് മനസ്സിലാക്കണം, മാറിക്കൊണ്ടിരിക്കുന്ന ചട്ടങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കാനൊക്കെ ഇത്തരം സമ്മിറ്റുകൾ ഉപയോഗിക്കുന്നതാണ്. GCC രാജ്യങ്ങൾക്കിടയിൽ ഈ സൗദി അറേബ്യ ഇസ് ഗോയിങ് ടു ബി എ സൂപ്പർ കൺട്രി എന്നാണോ? തീർച്ചയായിട്ടും ഇതിപ്പോൾ ഓൾറെഡി സൂപ്പർ കൺട്രിയാണ്. കാരണം GCCയിലെ ഏറ്റവും ശക്തമായ, ഏറ്റവും വലിയ സൈനിക ശക്തിയാണ്, ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാണ്, ഏറ്റവും വലിയ ജോഗ്രഫി വെച്ച് നോക്കുമ്പോൾ ഏറ്റവും വലിയ രാജ്യമാണ്, പോപ്പുലേഷൻ വെച്ച് നോക്കുമ്പോഴും വലിയ രാജ്യമാണ്. നമ്മൾ ഇപ്പോൾ ഖത്തർ എന്നൊക്കെ പറഞ്ഞാൽ ഖത്തറൊക്കെ ചെറിയ കൺട്രിയാണ്. നമ്മുടെ കേരളത്തിലൊരു ജില്ലയുടെ അകത്രം വലിപ്പേ ഉള്ളൂ. നയതന്ത്ര രംഗത്ത് പോലും പ്രധാനപ്പെട്ട മീഡിയേറ്ററായിട്ട് പ്രവർത്തിക്കുകയാണ് ആ രാജ്യം പോലും. അതിൻ്റെ സോഫ്റ്റ് പവർ ഉപയോഗിച്ച്, സോഫ്റ്റ് പവർ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റും അവരുടെ ഈ ഡിപ്ലോമസി ഉപയോഗിച്ച് തന്നെ അവർ ലോകത്തെ ഏറ്റവും നിർണായകമായ രാജ്യമായി മാറിക്കഴിഞ്ഞു. UAE നമുക്ക് ഓൾറെഡി അറിയാം, UAEയുടെ ഒരു പൊസിഷൻ, അത് ലോകത്തെ ഏറ്റവും വലിയ ട്രേഡ് ഹബ്ബാണ്. അതുപോലെ തന്നെ ശക്തമായ ഒരു രാജ്യം തന്നെയാണ് സൗദി അറേബ്യ. അതിൻ്റെ സൈനിക ശക്തിയായാലും അവരുടെ സാമ്പത്തിക ശക്തിയായാലും എണ്ണ ഉൽപ്പാദന രംഗത്തായാലും അതിൻ്റെ ജോഗ്രഫി ആയാലും പോപ്പുലേഷൻ ആയാലും വലിയ രാജ്യമാണ്. പക്ഷേ അവരിനി മാറുന്ന മാറ്റം യഥാർത്ഥത്തിൽ ദിവ്യ പറഞ്ഞതുപോലെ ആ മേഖലയിൽ ഒരു സൂപ്പർ പവർ ആവാൻ ഉള്ള ഒരു മാറ്റം തന്നെയാണ്. ഞാൻ നമ്മുടെ അഫ്താബിനോട് സംസാരിക്കുകയാണ്, അവിടുത്തെ ബ്യൂറോ ചീഫിനോട്. അപ്പം അഫ്താബ് പറഞ്ഞ കാര്യമുണ്ട്, നമ്മുടെ ഇവിടെ നിന്നുള്ള പ്രവാസികൾ ബഹുഭൂരിപക്ഷം വരും 40+കാരാണ്. അവിടുത്തെ പോപ്പുലേഷൻ എടുത്ത് നോക്കുമ്പോൾ 35 ബില്യൺ കൂടുതലുള്ള ആളുകൾ. അപ്പോൾ അവിടെ നടപ്പിലാക്കുന്ന നയങ്ങൾ ഗവൺമെൻറ് അഡ്രസ്സ് ചെയ്യുന്നതെല്ലാം ചെറുപ്പക്കാരായ മനുഷ്യരോടും അവർക്ക് പരിചിതമായ ടെക്നോളജി, അവർക്ക് പരിചിതമായിട്ടുള്ള ഒരു സാമൂഹിക സംഗതികൾ, ഇതിനെയൊക്കെ വെച്ചിട്ടായിരിക്കും. അപ്പോൾ ഇതിനിടയ്ക്ക് നമുക്കും സർക്കാരിൻ്റെ നയത്തിനിടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടായിപ്പോയാൽ നമുക്കിതിൻ്റെ അഡാപ്റ്റേഷൻ പ്രശ്നം ഉണ്ടാവും. ഇപ്പോൾ ഒരു പ്രധാന കാര്യം AI ടെക്നോളജി അവർ ഉപയോഗപ്പെടുന്നതിനെ കുറിച്ചാണ്. ഒരു ഡൈനാസ്റ്റി ഭരണകൂടമാണ്, രാജഭരണകൂടമാണ്. എത്രമാത്രം വിപണി ഓപ്പൺ ആയാലും എന്തൊക്കെ നയങ്ങളിൽ വ്യത്യാസം വരുത്തിയാലും ഭരണകൂടത്തിൻ്റെ കംപ്ലീറ്റ് കൺട്രോളിലായിരിക്കും എല്ലാം ചലിക്കുക. കാരണം അവർ അതിനകത്ത് ഭയങ്കരമായ ശ്രദ്ധയുള്ളവരാണ്. എവിടെയെങ്കിലും ഒരു ലീക്ക് ഉണ്ടാവുന്നത് പലതരത്തിലുള്ള റിസ്ക് ഉണ്ടാക്കുമെന്ന് അവർക്കറിയാം. ആ നിയന്ത്രണം കച്ചവട മേഖലയിലെ സകല കാര്യങ്ങളിലും, കണക്കിലും കാര്യത്തിലും ടാക്സിലും എല്ലാം ഉണ്ടാവും. അതിന് പരമാവധിയോടെ ഉപയോഗിക്കുന്ന AI ടെക്നോളജിയാണ്. AI ടെക്നോളജിയുടെ ഉപയോഗത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിനകത്ത് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു മാൽ പ്രാക്ടീസിൻ്റെ സാധ്യതയില്ല. പിടിക്കപ്പെട്ടാൽ പിന്നെ അതിനകത്ത് അത് സോൾവ് ചെയ്യാൻ വേറെ മാർഗ്ഗങ്ങളുമില്ല. അത് അവിടെ ഭീകരമായ ഫൈനാണ് അവിടുത്തെ പ്രത്യേകത. എന്ന് വെച്ചാൽ നിങ്ങൾ പിടിക്കപ്പെട്ടാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഫൈനൊക്കെ ഭയങ്കരമായിരിക്കും. അതിപ്പോൾ ട്രാഫിക് ഫൈനിലായാലും കൊള്ളാം, കച്ചവടത്തിൻ്റെയും ടാക്സിൻ്റെയും ഫൈനിലായാലും ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല. അപ്പോൾ
AI ടെക്നോളജിയെ കൂടുതലായി ഉപയോഗപ്പെടുത്തുമ്പോൾ നമ്മുടെ മിസ്റ്റേക്സ് കൂടുതൽ പിടിക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് അതിനകത്ത് എന്തുമാത്രം അതിനെ അഡാപ്റ്റ് ചെയ്യാനും അതിനനുസൃതമായിട്ട് നമ്മുടെ ബിസിനസ് പ്രോജക്റ്റുകളെ റീഡിസൈൻ ചെയ്യാനും റീഡു ചെയ്യാനും കഴിയണം പോലെയുള്ള കാര്യങ്ങൾ പ്രധാനമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒപ്പം വരാൻ പോകുന്ന ബിസിനസ് സെക്ടേഴ്സിൽ എന്തൊക്കെയാണ്, ഇപ്പോൾ നേരത്തെ അജിംസ് പറഞ്ഞ പോലെ സ്പോർട്സ് വൻതോതിൽ ഇൻവെസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ അതിനകത്ത് സ്റ്റേഡിയത്തിനകത്തെ കസേര ഉണ്ടാക്കാനുള്ള സാധ്യതയെക്കുറിച്ച് പോലും ചിന്തിക്കുക. അപ്പം ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ഈ സമ്മിറ്റിൽ സംസാരിക്കാൻ വരുന്ന ആളുകൾ അടുത്ത ഒരു 10 വർഷക്കാലത്തേക്ക് എന്തായിരിക്കും സൗദിയിൽ വരാൻ പോകുന്ന ചേഞ്ചസ്, ഏതൊക്കെ പ്രധാനപ്പെട്ട മേഖലയിലായിരിക്കും ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് വരാൻ പോകുന്നത്, അവിടെ നോൺ ഗവൺമെൻറ്റിലായിട്ടുള്ള ഇത്തരം ആളുകൾക്ക് പുറത്തുനിന്നുള്ള ഇൻവെസ്റ്റേഴ്സിന് കച്ചവടക്കാർക്ക് എന്തൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാനും എന്തൊക്കെ പുതിയ ബിസിനസ് സംരംഭങ്ങൾ ഉണ്ടാക്കാൻ കഴിയും, ഇതിനകത്തൊക്കെ ഒരു ദിശാസൂചിക ആയിട്ടുള്ള ഡിസ്കഷൻസ് ഇതിനകത്ത് ഉണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. യെസ്, അപ്പോൾ നിഷാദ്, ഇവിടെ ബിസിനസ്സുകൾ തുടങ്ങുന്നു അല്ലെങ്കിൽ നിയമങ്ങൾ അത് ലഘൂകരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് ബിസിനസ്സുകൾ ഉണ്ടാവുകയാണ്, തൊഴിൽ ദാതാക്കൾ ഉണ്ടാകുന്നു, അവിടെ ഒരുപാട് തൊഴിൽ അവസരങ്ങൾ കൂടി ഉണ്ടാകാൻ പോവുകയല്ലേ. അത് പ്രവാസികളെ സംബന്ധിച്ച് മലയാളികളെ സംബന്ധിച്ചും വലിയ രീതിയിൽ ഗുണം ചെയ്യാനല്ലേ പോകുന്നത്. ഓരോ സെക്ടേഴ്സിലും ഉണ്ടാകുന്ന തൊഴിൽ സാധ്യതകളെക്കുറിച്ച് ഇപ്പോൾ തന്നെ പലതരത്തിലുള്ള പ്രൊജക്ഷൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ട്. അത് ഈ പറഞ്ഞ 2034 വേൾഡ് കപ്പ് എന്ന് പറയുമ്പോൾ ഇപ്പം നേരത്തെ അജിംസ് പറഞ്ഞല്ലോ, അതായത് ഖത്തർ വേൾഡ് കപ്പ് നടന്നപ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ള അവിടുത്തെ നിർമ്മാണ മേഖലയും അതിൻ്റെ തൊഴിൽ മേഖലയും ഉണ്ടായ കുതിപ്പ് നമ്മൾ കണ്ടാണ്. സൗദി അറേബ്യ അതിനേക്കാളും വലിയ ഇൻവെസ്റ്റ്മെൻറ്റാണ് നടത്താൻ പോകുന്നത്. അത് അവർ ഈ പറഞ്ഞ 34 വേൾഡ് കപ്പിന് വേണ്ടി മാത്രമല്ല, പല ഇപ്പം നിയോം എന്ന് പറഞ്ഞാൽ ലോകത്ത് തന്നെ ദുബായിയെ തോൽപ്പിക്കുന്ന ഒരു സിറ്റി അവർ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, ഒരു പ്രത്യേക സിറ്റി. അങ്ങനെ ഒരുപാട് പ്രോജക്റ്റുകളുണ്ട്. അതുണ്ടാക്കുന്ന തൊഴിൽ സാധ്യത വളരെ വലുതായിരിക്കും. പക്ഷേ അതായിരിക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പഴയതുപോലെ അവിടെ പോയി വെറുതെ നിൽക്കുക എന്ന് പറയാൻ പറ്റില്ല. ഇപ്പം നേരത്തെ അതുപോലെ എണ്ണയിൽ നിന്നുള്ള വരുമാനത്തിൽ മാത്രമല്ല ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളൂ, ഇപ്പോൾ അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. മറിച്ച് എണ്ണയ്ക്ക് പുറത്ത് അവിടെ നിൽക്കുന്നതിന് ലെവി കൊടുക്കണം. നിങ്ങളൊരാൾ അവിടെ നിൽക്കുന്നതിന് നിങ്ങളുടെ വരുമാനത്തിൻ്റെ ഇത്ര തുക ഗവൺമെൻറ്റിലേക്ക് ലെവി അടയ്ക്കേണ്ടതുണ്ട്. നമ്മൾ പാർട്ടി ലെവി കൊടുക്കുന്നൊക്കെ പറഞ്ഞ പോലെ. പിന്നെ വാറ്റ് എന്ന് പറഞ്ഞ നികുതി സംവിധാനമുണ്ട്. മുമ്പ് അതൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ നിൽക്കുന്നതിന് നമുക്ക് ഏറ്റവും കൂടുതൽ പണം സമ്പാദിക്കാൻ കഴിയുമായിരുന്ന ഒരു സ്ഥലമായിരുന്നു സൗദി അറേബ്യ. ഇപ്പോൾ അവിടേക്ക് നമ്മൾ തൊഴിൽ തേടി പോകുമ്പോൾ ഇത്തരം സാധ്യതകളെ കാണണം. അപ്പോൾ അതിൻ്റെ എല്ലാം ആസൂത്രണത്തിലെല്ലാം ഒരു മാർഗ്ഗനിർദ്ദേശം കിട്ടുന്ന ഒരു സ്ഥലമായിരിക്കും. എന്തായാലും സൗദിയുടെ മാറ്റം ഞെട്ടിക്കുന്നതാണ്. ഇപ്പോൾ അവിടെ പോകുന്ന ആൾക്കാർ പറയും, ഒരു 15 വർഷം മുമ്പ് നിങ്ങൾ എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങുമ്പോഴുള്ള ആറ്റിറ്റ്യൂഡ്. അപ്പോൾ ദുബൈയിലൊക്കെ പോയാൽ ഏറ്റവും വേഗത്തിൽ നിങ്ങൾക്ക് എമിഗ്രേഷൻ നടപടി പൂർത്തിയാക്കി പുറത്തിറങ്ങാൻ കഴിയുന്ന എയർപോർട്ടാണ് ദുബൈ എയർപോർട്ട്. അത്രയും ഫ്രണ്ട്ലിയാണത്. നിങ്ങളെ ഒരു കാര്യത്തിന് തടസ്സപ്പെടുത്തുകയോ ഇവിടെ വന്ന് ഇറങ്ങിപ്പോയല്ലോ എന്നൊരു മുഷിപ്പും ഉണ്ടാവില്ല. അത്രയും ഫാസ്റ്റായി. അതാണ് അവരുടെ സമീപനം. അതാണ്. നേരെ മറിച്ചായിരുന്നു അവിടെ. നിങ്ങൾ പറഞ്ഞൊന്നും യാതൊരു നിർബന്ധമില്ല, ഞങ്ങൾ അത്രയും പവർഫുൾ കൺട്രിയാണ് എന്ന സമീപനമായിരുന്നു അവിടുത്തെ എയർപോർട്ടിലുണ്ടായിരുന്നു. ഇപ്പോൾ അത് മാറി. ഇപ്പോൾ വരുന്ന അത്രയും വെൽക്കമിംഗ് ആയിട്ട് മാറിയിട്ടുണ്ട്. ആ എയർപോർട്ടിൽ ചെല്ലുമ്പോൾ മുതൽ സൗദിയുടെ മാറ്റം പ്രകടമാണ്. ആ മാറ്റത്തെ നമുക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നതിലേക്കായിരിക്കും ഈ സമ്മിറ്റ് ആളുകളെ കൊണ്ടുപോകുന്നേ വിചാരിക്കുന്നു. യെസ്, അതുപോലെ തന്നെ അജിംസ്, നമ്മൾ നോക്കിക്കാണേണ്ട ഒരു കാര്യം, ഇതുപോലെയുള്ള നിയമപരമായ സങ്കീർണതകൾ സൗദി അറേബ്യ ലഘൂകരിക്കുമ്പോൾ തന്നെ ഈ നിയമങ്ങൾ പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നുണ്ട് അവർ. അതുപോലെ തന്നെ അതിൽ സൂക്ഷ്മമായ നിരീക്ഷണം കൂടി അവർ ഏർപ്പെടുത്തുന്നുണ്ട്. അതുകൂടി എടുത്തു പറയേണ്ടതല്ലേ. നമ്മളൊരു ഡെമോക്രാറ്റിക് കൺട്രിയിലാണെങ്കിൽ നമുക്ക് ലൂപ്പ് ഹോൾസ് ഉണ്ട്. നിയമം ലംഘിക്കാനുള്ള ലൂപ്പ് ഹോൾസ് ആ ജനങ്ങൾ തന്നെ ഉണ്ടാക്കി വയ്ക്കും. പക്ഷേ ഇതൊരു ഡൈനാസ്റ്റിയാണ്. അപ്പോൾ ഡൈനാസ്റ്റി ആകുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ അവരെല്ലാത്തിലും കാർക്കശ്യം ഉണ്ടാകും. ആ കാർക്കശ്യം രൂക്ഷമാകുന്ന ഒന്നാണ് AI ടെക്നോളജി. കാരണം അവിടെ മനുഷ്യനല്ല, ടെക്നോളജിയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പോൾ അവിടെ വേറെ ഒരു തരത്തിൽ ലൂപ്പ് ഹോളിനും സാധ്യതയില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഡെമോക്രസിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് അയാളെപ്പോഴും നിയമങ്ങളെ ബൈപ്പാസ് ചെയ്യാനായിരിക്കും ശ്രമിക്കുക. ഒരു നിയമം ഉണ്ടെങ്കിൽ ആ നിയമം എങ്ങനെ ബൈപ്പാസ് ചെയ്യാമെന്നതിനെ കുറിച്ചായിരിക്കും ആദ്യം പഠിക്കുക. പക്ഷേ ഇവിടെ അങ്ങനെയുള്ള ബൈപ്പാസുകൾ നടക്കില്ല. കുറേ കൂടി കാർക്കശ്യം ഉണ്ടാവും, കൃത്യത ഉണ്ടാവും, വലിയ ഫൈനും ഉണ്ടാവും. അപ്പോൾ നമ്മൾ അത്തരം സൂക്ഷ്മതകൾ, ഒരു ഇൻവെസ്റ്റർ എന്ന നിലയ്ക്ക് അത്തരം സൂക്ഷ്മതകൾ പാലിക്കുക എന്നുള്ളൂ. അല്ല അതിനപ്പുറം അതൊരു വെൽക്കമിങ് കൺട്രിയായി മാറിയിരിക്കുകയാണ്. ഇൻവെസ്റ്റേഴ്സിനെ ആയാലും ടൂറിസ്റ്റുകളെ ആയാലും മറ്റ് രാജ്യത്തെ പൗരന്മാരായാലും കായിക പ്രേമികളായാലും കൈ നീട്ടി സ്വീകരിക്കുന്ന ഒരു വെൽക്കമിങ് കൺട്രി. അങ്ങനെ ഒരു സ്വഭാവം യഥാർത്ഥത്തിൽ ഈ GCC കൺട്രികൾക്ക് ഉണ്ടായിരുന്നില്ല, ദുബായ് ഒഴികെ. അപ്പോൾ അതങ്ങനെ ആ ഒരു മാറ്റം അതിപ്പോൾ സൗദി മാത്രമല്ല, ഖത്തർ അങ്ങനെ തുടങ്ങിയുള്ള രാജ്യങ്ങളെല്ലാം അങ്ങനെ മാറുകയാണ്. അപ്പോൾ ലോകത്തിന് മുമ്പിലേക്ക് അവർ അവരുടെ വാതിൽ തുറന്നു വയ്ക്കുന്നു. പക്ഷേ ആ തുറക്കുന്നതോടൊപ്പം തന്നെ എന്താണ്, ആ വാതിൽ അടയ്ക്കാൻ അവർ ശ്രദ്ധിക്കുകയും ചെയ്യും. ഞാൻ ഈ മുമ്പ് പറഞ്ഞ ലീക്കുകളില്ലാതിരിക്കുക, ബൈപ്പാസുകളില്ലാതിരിക്കുക എന്നുള്ളത് അവർ വളരെ സൂക്ഷ്മമായി ചെയ്യുന്നൊരു കാര്യമാണ്. അതർവൈസ് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വലിയ സാധ്യതകളാണ്. അതിൻ്റെ കാരണം നമുക്ക് നോക്കുക, ഇപ്പോൾ അമേരിക്കയുടെ ഒരു വളരെ അടുത്ത ചങ്ങാതിയാണ് സൗദി അറേബ്യ. അപ്പോൾ അതേ ചങ്ങാതിയാണ് അവിടെ ഓയിൽ എക്സ്ട്രാക്ഷൻ തുടങ്ങിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടേക്ക് അമേരിക്കൻ ഇൻവെസ്റ്റ്മെൻറ്റ് വരും. ഇപ്പോൾ ഈ സൗദി അറേബ്യയുടെ ഒരു ഫ്യൂച്ചർ പ്ലാനിൽ, അവരുടെ വിഷൻ 2030 എന്ന് പറയുന്ന പ്ലാനിൽ തീർച്ചയായിട്ടും അമേരിക്കയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ പ്രധാനമാണ്. അപ്പോൾ ഈ അമേരിക്കയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വരുമ്പോൾ അതിനൊരു വ്യാപ്തിയൊക്കെ എത്രയായിരിക്കും, അതിനെത്ര പ്രൊഫഷണലായിട്ട് അവർ കൈകാര്യം ചെയ്യും, സൗദി അറേബ്യ അതിനെത്ര പ്രൊഫഷണലായിട്ട് കാണും. അപ്പോൾ നമ്മളിവിടെ ഇരുന്ന് കാണുന്നത് പോലെ, ഇവിടെ നിന്ന് ചിന്തിക്കുന്നത് പോലെയല്ല അവിടുത്തെ സാധ്യതകളെന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ നമ്മളൊരു പ്രവാസം തുടങ്ങിയിട്ട്, മലയാളികളുടെ പ്രവാസം തുടങ്ങിയിട്ട് 10-75 വർഷമായി. ഈ 75 അല്ലെങ്കിൽ ഒരു നൂറ്റാണ്ടിനിടയ്ക്ക്
കേരളത്തിന് ആ പ്രവാസം കൊണ്ട് എന്ത് ചേഞ്ചാണ് ഉണ്ടായത്, അതിൻ്റെ ഒരു സെക്കൻഡ് സ്റ്റെപ്പാണ് ഈ GCC രാജ്യങ്ങളിൽ ഉണ്ടാകുന്ന ഈ മാറ്റങ്ങളെന്ന് പറയാം. കാരണം മുമ്പ് നമ്മൾ ജോലി എടുക്കാനാണ് അവിടെ പോയതെങ്കിൽ ഇന്ന് മലയാളികൾ എന്തിനാണ് പോകുന്നത്? ഇന്ന് സംരംഭകരായിട്ടാണ്, ഇൻവെസ്റ്റ് ചെയ്യാനാണ്. അത് മലയാളികളുടെ ജീവിതത്തെ സംബന്ധിച്ചും ഒരു സെക്കൻഡ് സ്റ്റെപ്പായിട്ട് കാണണം. മുമ്പ് നമ്മൾ ഉരുക്കൾ കയറിയും വിമാനങ്ങൾ വഴിയും ഒക്കെ പോയത് അവിടെ എന്തെങ്കിലും ജോലി കായികാധ്വാനം ചെയ്ത് ജീവിക്കാനാണ്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് സംരംഭകരായിട്ട് അങ്ങോട്ട് പോകുന്നവരുടെ എണ്ണം, തൊഴിൽദാതാക്കൾ കൂടിയായ സംരംഭകരായി നമ്മൾ അങ്ങോട്ട് വീണ്ടും പോവുകയാണ്. അതൊരു യഥാർത്ഥത്തിൽ ഒരു രണ്ടാം പ്രവാസത്തിൻ്റെ തുടർച്ചയായിട്ട് നമുക്ക് ഇതിനെ കാണാൻ പറ്റും. യെസ്, അപ്പോൾ നമ്മൾ സൗദി അറേബ്യയുടെ അനന്ത സാധ്യതകൾ, ബിസിനസ് രംഗത്തെ അനന്ത സാധ്യതകളെ കുറിച്ചൊക്കെയായിരുന്നു നമ്മൾ സംസാരിച്ചത്. എന്തായാലും സൗദി എല്ലാ മേഖലയും വളരുകയാണ്, കുതിക്കുകയാണ്. അതിൻ്റെ ഗുണമുണ്ടാകാൻ പോകുന്നതും പ്രവാസികൾക്ക് തന്നെയാണ്. അപ്പോൾ വരുന്ന തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ഫ്യൂച്ചർ സമ്മിറ്റ് നടക്കുന്നു. ഉറപ്പായും ബിസിനസ് രംഗത്തെ പ്രമുഖർ ആ വേദിയിൽ പങ്കെടുക്കുമ്പോൾ ബിസിനസ് രംഗത്തുള്ളവർക്കും അതുപോലെ തന്നെ ഇനി ബിസിനസ് ചെയ്യാൻ പോകുന്നവർക്കായാലും ഈ സമ്മിറ്റ്, ഫ്യൂച്ചർ സമ്മിറ്റ് ഒരു ദിശാസൂചികയായി മാറുമെന്നതിൽ സംശയമില്ല.